നമ്മൾ പലർക്കും സംശയമായിട്ട് വരുന്ന ഒരു കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്. മേ, മേര, മുജ്സെ, മുജുമേ, മുജേ, മേനെ, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. എല്ലാം കൂടി കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും അല്ലേ? പക്ഷെ എല്ലാത്തിനും പല പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇന്ന് അതൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ? മേ ആത്താവും അല്ലെങ്കിൽ മേ ആത്തിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്നു എന്ന് പറയുന്നതാ. മനസ്സിലായോ? ഇനി മുജേ എന്ന് പറഞ്ഞാലോ എനിക്ക് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. മുജേ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മുജേ തേതോ, എനിക്ക് തരൂ അല്ലേ? ഇനി മുജ്സെ എന്ന് പറയുമ്പോഴോ, മുജ്സെ എന്ന് പറഞ്ഞാൽ എന്നോട് എന്നാണ്. എന്നോട്. ഓക്കെ. മുജ്സെ ബോലോ എന്താണ്? എന്നോട് പറയൂ എന്നുള്ളതാണ്. മുജ്സെ ബോലോ അല്ലെങ്കിൽ മുജ്സെ കഹാത്ത, എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് മുജ്സെ എന്നുള്ള വാക്ക്. ഓക്കെ. ഇനി മുജ്മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മുജ്മേ. ഇപ്പൊ നമ്മൾ പറയത്തില്ലോ ഇത് ചെയ്യാനുള്ള ശക്തി എന്നിലില്ല അല്ലെങ്കിൽ എനിക്കില്ല എന്നൊക്കെ പറയത്തില്ലോ. എന്തെങ്കിലും ഹാർഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് യേ കർണേ കെ ലിയേ മുജ്മേ താക്കത്ത് നഹി ഹേ. താക്കത്ത് എന്ന് പറഞ്ഞ ശക്തി. ഈ കർണേ കെ ലിയേ മുജ്മേ താക്കത്ത് നഹി ഹേ, ഇത് ചെയ്യാനുള്ള ശക്തി എന്നിലില്ല. അവിടെയാണ് മുജ്മേം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി മേര എല്ലാവർക്കും അറിയാം അല്ലെ? മേര, മേരെ, മേരി. കഴിഞ്ഞ ഷോർട്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. മേര എന്ന് പറയുന്നത് എൻ്റെ. ഓക്കെ. ഈ മേര ഹേ, ഇത് എൻ്റെയാണ്. അതാണ് കേട്ടോ. അടുത്തത് മേനെ. മേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യമാണ്. എന്താണ് മേനയും അതുപോലെ തന്നെ മേയും തമ്മിലുള്ള ഡിഫറൻസ്? നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുന്നിടത്താണ് നമ്മൾ ഈ മേനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി പറയാതെ മേ വെച്ച് സംസാരിച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ ഞാനത് ചെയ്തിരുന്നു, മെനവോ കിയാഥ, മെനവോ കിയാഥ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞൊരു കാര്യം പറയുമ്പോഴാണ്. ഓക്കെ. അതുപോലെ ഞാൻ അവനോട് ചോദിച്ചിരുന്നു, ഞാൻ അവനോട് ചോദിച്ചിരുന്നു. മെനെ ഉൻസെ പൂച്ചാത്ത. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ആ മേനെ എന്നുള്ള പ്രയോഗം വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പല പല അർത്ഥങ്ങൾ. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഹിന്ദി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചലഞ്ച് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. 50 days സ്പോക്കൺ ഹിന്ദി ചലഞ്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.